എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ വരുന്ന ഒരു പ്രധാന ടോപ്പിക്കായിട്ടുള്ള ക്രിപ്സ് മിഷനെ പറ്റി ഏറ്റവും അത്യാവശ്യമായി അറിഞ്ഞിരിക്കേണ്ട പ്രധാന പോയിന്റുകൾ പെട്ടെന്നൊന്ന് നോക്കാം. ക്രിപ്സ് മിഷൻ 1942 വന്നത്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യക്കാരുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയുടെ പിന്തുണ നേടാൻ ബ്രിട്ടീഷ് ഗവൺമെൻറ് നിയമിച്ച ഒരു കമ്മിറ്റിയാണ് ക്രിപ്സ് മിഷൻ എന്നറിയപ്പെടുന്നത്. ക്രിപ്സ് മിഷൻ്റെ ചെയർമാനാണ് സർ സ്റ്റാഫോർഡ് ക്രിപ്സ്. സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ് ക്രിപ്സ് മിഷൻ്റെ ചെയർമാൻ ആയി ഇരുന്നത്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിലാണ്. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം 1942 മാർച്ച് 22. 1942 മാർച്ച് 22 ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ എത്തിയ വർഷം. രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുമെന്നും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. എന്തൊക്കെയാണ് പറഞ്ഞത്? രണ്ടാം ലോക മഹായുദ്ധാനന്തരം ഇന്ത്യക്ക് പുത്രികാ രാജ്യ പദവി നൽകുകയും ഇന്ത്യക്കാരുടെ നേതൃത്വത്തിൽ ഒരു ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കാമെന്നും ക്രിപ്സ് മിഷൻ വാഗ്ദാനം ചെയ്തു. ക്രിപ്സ് മിഷനുമായി ചർച്ച നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷനുമായി ചർച്ച ചെയ്ത ഇന്ത്യയിലെ INCയുടെ പ്രസിഡന്റ് ആരാണ്? മൗലാന അബുൽ കലാം ആസാദ്. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകണമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ് ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണമായി തീർന്നത്. ഇന്ത്യക്ക് ഉടനടി സ്വാതന്ത്ര്യം നൽകാമെന്നുള്ള ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാലാണ് ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണമായി തീർന്നത്. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം എന്താണ്? പാകിസ്ഥാൻ എന്ന വാദം അംഗീകരിക്കാത്തതിനാൽ. പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാലാണ് ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗും അംഗീകരിക്കാത്തതിന് കാരണമായി തീരുന്നത്. ക്രിപ്സ് മിഷനെ മുസ്ലിം ലീഗ് അംഗീകരിക്കാത്തതിന് കാരണം പാകിസ്ഥാൻ വാദം അംഗീകരിക്കാത്തതിനാൽ. ക്രിപ്സ് മിഷനെ കോൺഗ്രസ് അംഗീകരിക്കാത്തതിന് കാരണം ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്ന ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാൽ. ഉടനടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാമെന്നുള്ള ആവശ്യം നിരാകരിക്കപ്പെട്ടതിനാൽ കോൺഗ്രസും ക്രിപ്സ് മിഷനെ നിരാകരിച്ചു. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയതെന്നാണ്? 1942 ഏപ്രിൽ 12. അങ്ങനെ ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്നും മടങ്ങി. ഡേറ്റ് എന്നാണ്? 1942 ഏപ്രിൽ 12. അവർ വന്നതെന്നാണ്? ഇന്ത്യയിൽ എത്തിച്ചേർന്നത് 42 മാർച്ച് 22. ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് 1942 ഏപ്രിൽ 12. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചതും ക്രിപ്സ് മിഷനെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് പറഞ്ഞത്? തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിന്റെ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ പറ്റിയിട്ടാണ്. തകർന്നുകൊണ്ടിരിക്കുന്ന ബാങ്കിൽ പിൻതീയതിയിട്ട ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ക്രിപ്സ് മിഷനെ പറ്റിയിട്ടാണ്. ക്രിപ്സ് മിഷനെ ഇന്ത്യയിലേക്ക് അയച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? വിൻസ്റ്റൺ ചർച്ചിൽ. ക്രിപ്സ് മിഷന്റെ ചെയർമാൻ സർ സ്റ്റാഫോർഡ് ക്രിപ്സ് ആണ്. ക്രിപ്സ് മിഷൻ വന്നതെന്നാണ്? 1942 മാർച്ച് 22. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി ക്രിപ്സ് മിഷൻ എന്ന ഈ ഒരു ചെറിയ ടോപ്പിക് ഇവിടെ പൂർണ്ണമാകും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ ചെറിയ ഈ ഒരു ചാനലിനെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ ശ്രമിക്കണമേ. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള PSC റിലേറ്റഡ് കണ്ടന്റ് വൈസ് വീഡിയോസും റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ഇതുവരെയും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഇതുപോലുള്ള എൻ്റെ റാങ്ക് ഫയൽ എക്സ്പ്ലനേഷൻ വീഡിയോസും ടോപ്പിക് വൈസ് വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കൂടുതൽ വീഡിയോസുമായി ഞാൻ വീണ്ടും ഉടൻ തന്നെ വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.